സത്യം പറയില്ല, അവൻ ബ്രോനെ പറ്റിച്ചു. എന്നെ കാണാൻ വിനീത് ശ്രീനിവാസനെ പോലെ ഉണ്ടെന്നുകൊണ്ട് കമൻറ്റ് വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് വന്നത് കമൻറ്റാണിത്, എന്നെ പറ്റിച്ചു പറഞ്ഞിട്ട്. ദ്രോഹി, ഞാൻ ചോദിച്ചപ്പോഴേ നീ സമ്മതിച്ചല്ലേ? ഞാൻ കുറച്ചു നേരം സന്തോഷമായിട്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലേ? റിയാക്ടിങ് ടു ഫണ്ണി കമൻറ്റ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റുകൾ നോക്കാം. ഓസ്കാർ ലെവൽ ആക്ടിങ്. അപ്പോൾ ഞാൻ ആക്ടിങ്ങിൻ്റെ ഒരു വീഡിയോ സർവമായാലത്തെ സീനാന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ വന്ന കമൻറ്റാണിത്. ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടൻ്റെ എത്ര ആകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും, ഓസ്കാർ. എൻ്റെ അമ്മ കറക്റ്റ് ബേസിൽ ജോസഫ്. നാസ ക്രോസ് ചെയ്തിട്ട് ദോശ എന്നുള്ള ടിക്കറ്റ്. അത് സംഭവം എന്താ വെച്ചാൽ എൻ്റെ ഒരു ദോശ ടീഷർട്ട് ഉണ്ട്, ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നമ്മുടെ സർവമായ സിനിമയിലത്തെ ഡെലുലുവിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ കസ്റ്റം ഡിസൈൻ ചെയ്ത് വാങ്ങിയ സംഭവമാണ്. നാസയ്ക്ക് പകരം ദോശ എന്ന് എഴുതിയിട്ടുള്ളൊരു ടീഷർട്ട്. അത് അടിപൊളി ടീഷർട്ടാണ്. ആ ഒരു ടീഷർട്ട് ഇട്ട് ഏത് വീഡിയോ ഇട്ടാലും ഈ ഒരു കമൻറ്റ് മിക്കവാറും വരും. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഫോട്ടോ എടുക്കുമ്പോൾ ചിരിച്ചാൽ കുറച്ചും കൂടിയും കാണാൻ കൊള്ളാം. ഇനി എടുക്കുമ്പോൾ ചിരിച്ചെടുക്കണം. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ, ഇത് കിട്ടണം. സൈഡിൽ നിന്ന് നോക്കിയാൽ കറക്റ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന പോലെ തന്നെ. ഞങ്ങളുടെ ജനനായകൻ നീയാണ്. അത് നമ്മുടെ വിജയുടെ ജനനായകൻ സിനിമയിലത്തെ കോസ്റ്റ്യൂം നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വന്നൊരു കമൻ്റാണത്. തൊലിക്കെട്ടി എന്നുള്ളത് വെട്ടിയിട്ട് കോൺക്രീറ്റ് നിന്നിട്ടുണ്ട്. അതായത് അപ്പയ്ക്ക് തൊലിക്കെട്ടിയാണെന്നാണ്. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന കമൻറ്റുകളാണ്. തൊലിക്കെട്ടി, അതേപോലെ തന്നെ ഭയങ്കര ധൈര്യം, കോൺഫിഡൻസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കമൻറ്റാണ്. എനിക്കിഷ്ടമാണ് അങ്ങനത്തെ കമൻറ്റുകൾ കാണുന്നതും. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്ത വീഡിയോ.